ഹായ്. ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കിയത് മറന്നുപോയി. കൊള്ളാല്ലേ, അടിപൊളി. അപ്പം അതുപോലെ തന്നെ നമ്മുടെ റാഗി കുറുക്കിയെടുത്തു, കപ്പങ്ങയും പാലും ചേർത്ത്. പിന്നെ ഗോതമ്പ് ദോശ ഇട്ടു. ഗോതമ്പ് ദോശ അല്ലല്ലോ, ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ഇന്നലെ രാത്രിയിൽ മുട്ട റോസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പം മുട്ടയൊക്കെ ഇന്നലെ തന്നെ തീർത്തു. പിന്നെ രാവിലെ മുട്ട പുഴുങ്ങാനൊന്നും പോയില്ല. ചപ്പാത്തിക്ക് അതിൻ്റെ കറി നല്ലോണം ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും അത് കഴിച്ചു. പിന്നെന്താ, അത് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ഭയങ്കര ഉറക്കം വന്നു. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ ഇവർത്തിരിക്കുന്നത്, എന്താ അറിയില്ല, ഉറക്കം തന്നെ തോന്നുക. എന്നിട്ട് ഞാനിങ്ങനെ പോയി ഒന്ന് കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വന്നതാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് തല കുളിക്കുന്നില്ല. അപ്പം അതിൻ്റെയാണ് ഈ തലമുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, പറന്ന്. പിന്നെന്താ, എളുപ്പത്തിലൊരു കറിയാണ് വച്ചേക്കണത്. അത് കാണിച്ചു തരാം. എന്താണെന്നറിയോ, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ എളുപ്പക്കറി. വെള്ള കളറ് കറിയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഇതിലെ കഷ്ണം വെള്ളരിക്കയാണ്. അപ്പം ഇതെനിക്ക് മുമ്പ് ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കുമ്പളങ്ങ കൊണ്ട് വയ്ക്കുന്നത് ഞാൻ വയ്ക്കാറുമുണ്ട്. എൻ്റെ റിലേഷനാണ് കേട്ടോ പറഞ്ഞേക്കണേ. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ എനിക്ക് തോന്നി വെള്ളരിക്ക ഇരിക്കുന്നുണ്ട്, എന്നാൽ ശരി വെള്ളരിക്ക കൊണ്ടാക്കി കളയാണ്. അപ്പോൾ വെറുതെ പച്ചമുളക്, ഉപ്പും വെള്ളരിക്ക, പിന്നെ വെറുതെ തേങ്ങ മാത്രം അരച്ച് ഇതിലേക്ക് ചേർത്തു. അപ്പോൾ സ്വല്പം കൂടെ ഒന്ന് വെള്ളം വറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വച്ചേക്കുന്നതാണ്. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. പിന്നെ ഇനിയത്തെ കറി ഇന്നത്തെ ഇതാണ്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കകളെ അരിഞ്ഞു വച്ചു. പിന്നെ ഒരൊറ്റ പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയോ, പറയാം, വേറെയും ചേർക്കാനുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. പിന്നെ അത് കൂടാണ്ട് വിഷ്ണു ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആയതുകൊണ്ട് അവൻ കൂട്ടും. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് വലിയിച്ചെടുക്കും. ഞങ്ങളുടെ ഭാഗത്തിന് മാറ്റും. അത് കഴിയുമ്പോൾ അതിലേക്ക് അവന് കുറച്ച് ചാറ്റ് മസാലയും ചിക്കൻ മസാലയോ എന്താ കൈ കിട്ടുന്ന മസാല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചേർത്തിട്ടാണ് അവൻ എടുക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മസാലകളെല്ലാം ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്തിട്ട് നമുക്കൊരു ഏകദേശം ഈ മുളകിൻ്റെ പകുതി നീളത്തിന് ഉള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ആ മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത്രയൊന്നും കാണില്ല, അറിയാമല്ലോ. എന്തായാലും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എളുപ്പത്തേക്ക് വയ്ക്കാം. അതിനോടൊപ്പം നമ്മുടെ കറിയെ കടുക് വറക്കാം. നമ്മുടെ ഈ വെള്ളരിക്ക കറിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് പുളിയുള്ള മോര് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ കൊഴുപ്പൊന്നും ഇഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ടാണ്. ഇനി നമുക്കിത് കടുക് വറക്കാം. ഇങ്ങനെ നമ്മുടെ വെള്ളരിക്കയെ കടുക് വറക്കാനായിട്ട് കടുക് വേണം, അതുപോലെ തന്നെ ഉലുവ വേണം. പിന്നെ നമ്മുടെ കരിവേപ്പില ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് കരിവേപ്പിലയും വേണം. ഇനി നമ്മുടെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഒരാൾ പുറത്ത് പോയ ആൾ വന്ന് വിളിച്ചപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കൂടി പോയി സാരില്ല, കരിഞ്ഞിട്ടില്ല എന്തായാലും. ഇത് നമുക്ക് വേഗം തീ നിർത്തിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എളുപ്പ കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, വളരെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കരിവേപ്പില എടുക്കാൻ പോയപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. വലിയ പച്ചമുളകിൻ്റെത് പാവിയതാണ്, പക്ഷേ ഉണ്ടായത് ഇങ്ങനെയാണ്. പിന്നെ പഴുത്ത് നിൽക്കണു, കളയണ്ടല്ലോ, എന്തിലായാലും നമുക്ക് ഇടാം. മുളക് നല്ല എരിവ് തന്നെയല്ലേ. വെണ്ടയ്ക്കൊക്കെ റെഡിയാക്കി വന്നിങ്ങനെ റെഡിയായിരിക്കാൻ ചോറുണ്ണാം എന്നൊക്കെ ഉള്ള ചിന്തയിൽ വരുമ്പോഴുണ്ട് പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴുണ്ട് മീനും കൊണ്ട് വന്നേക്കണം. എന്തായാലും ഇപ്പം മീൻ കിട്ടിയ പിന്നെ പണിയൊന്നുമില്ല, ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. കാരണം ഞാൻ നന്നാക്കി മീൻ വാങ്ങുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞളും പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. ഇതുണ്ടോ, വലിയ കുഴവ് കിട്ടിയപ്പോൾ അവൻ സൂപ്പാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വറക്കുകയും ചെയ്യാൻ സൂപ്പും ആക്കാമെന്ന് പറഞ്ഞ് ചെയ്ത പരിപാടി കേട്ടോ ഇത്. ഇനി എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ മീനൊക്കെ ഇതിൽ നിന്ന് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വേറെ കഷ്ണം വേറെ. പിന്നെ ഇനിയും വറുക്കാൻ തുടങ്ങാം. ഇതൊക്കെ കൊഴുവ സൂപ്പ്, കൊഴുവ ഫ്രൈ, രസം ഇന്നലത്തെ ചൂടാക്കിയത്, നമ്മുടെ എളുപ്പക്കറി വെള്ളരിക്ക. ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഇന്നത്തെ സ്പെഷ്യലാണെന്ന് കഴിച്ച് നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് വിഷ്ണു ഉണ്ടാക്കിയതാണ് ഫിഷ് സൂപ്പ്. ഉപ്പ്
അതെ ആ സാധാരണ കുടിച്ചോളാം. അതിന് സാധനങ്ങളൊക്കെ ഒഴിക്കാണ്ടമ്മ ആ സോസ് മാറ്റിക്കോ. ഇന്നത്തെ സ്പെഷ്യൽ ഇത് വിഷ്ണു അവൻ്റെ വെണ്ടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ മാറ്റിയെടുക്കുന്നു. അവൻ ഇതിലേക്ക് മസാലകൾ വേറെ എന്തൊക്കെ ചേർത്ത് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ടു അങ്ങനെയൊക്കെ ആക്കി എടുത്താണത്. പിന്നെ നമ്മുടെ ഇന്നത്തെ മീൻ വറുത്തത്. ഇത് സാധാരണ പോലെ വറുത്തതല്ല, ഇതൊരു സ്പെഷ്യൽ വറുത്താണ്. കഴിച്ചു നോക്കൂ, പറയൂ. അത് പറഞ്ഞ് കഴിച്ചു നോക്കിയിട്ട് പറയൂ. ഡ്രൈ ആയിട്ടല്ലേ ഫിഷ് എടുക്കുക? ഡ്രൈ ഫിഷ് ആണ്. ആ ഡ്രൈ ഫിഷ്. വെറൈറ്റി. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഫിഷ് വെറൈറ്റിയാണ്. ഇത്തിരി വലിയ ഫിഷാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ വലിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ വരയും, പക്ഷെ ഇത് വരയാൻ പറ്റിയ മീനുമല്ല. എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മുളകും പിടിപ്പിക്കണേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവൻ ഐഡിയ പറഞ്ഞു തന്നു. അവൻ്റേതായ ഒരു ഐഡിയയിലൂടെയാണ് ഞാനപ്പോൾ ഇതുണ്ടാക്കിയത്. വേവിച്ചു ആദ്യം, ഒന്ന് പയ്യെ വേവിച്ചു. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ചിട്ട് അവൻ അതിന് സൂപ്പാക്കി എടുത്തു. ഇപ്പോൾ ഉപ്പിൻ്റെ ചെറിയ കൂടുതലെന്ന് പറഞ്ഞത് അതിപ്പോൾ സോസൊക്കെ ഒഴിച്ച് കഴിക്കുന്നവർക്ക് സോസൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പാകമാവും. അത് നിങ്ങളതൊന്നും ഒഴിക്കാണ്ട് വെറുതെ കഴിച്ചുകൊണ്ടാണെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഈ കറി അതേപോലെ ഇതുവരെ കൂട്ടാത്തൊരു കറി കഴിക്കും. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. അല്ലാണോ? സോസ് എടുത്തില്ല. തല ആ സ്പൂണ് തരുമോ? മാങ്ങാച്ചാറ് തീർന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തീർന്നു മാങ്ങാച്ചാറ്. കഴിക്കട്ടെ. പിന്നെ എന്നാ വിഷ്ണു പാത്രം കൂടെ ആ അടുത്ത ബൗളിൻ്റെ പാത്രം. ഗ്രേവി കേട്ടോ. ഇത് ഞാൻ നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് കഴിച്ചിട്ട് വരാം. എല്ലാം കഴിച്ചിട്ട് വരാം. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ, വെറൈറ്റി അല്ലേ. നല്ല കേട്ടോ. സാധാരണ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇത്രയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീൻ വറുക്കലായില്ലേ. ചിലർ മണം വന്ന മീനുകളാണെങ്കിൽ ചാളച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കും, അരച്ചോ അങ്ങനെ എന്തെങ്കിലും ആ മസാലയുടെ കൊടുത്ത് ചേർക്കും. മണം വരാണ്ടിരിക്കും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ, സൂപ്പറാണ്. അപ്പോൾ ഇവന് സൂപ്പ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളം കുറച്ച് ഉരുള് വെച്ചിട്ട് അങ്ങനെ എടുത്തത്. അത് വേണ്ടാത്തവർക്ക് നമുക്ക് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കില്ലേ വെള്ളം, ആ പാകത്തിനൊന്ന് എന്താ മതി, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെന്താ കുറച്ച് പച്ചമുളക് 2 ചെറുത് മുറിച്ചിട്ടു. ഞാൻ കാണിച്ചു തന്നില്ല എനിക്ക് കിട്ടിയ പച്ചമുളകാന്ന്, അത് മുറിച്ചിട്ടു. പിന്നെ കുരുമുളക് പൊടി, കുറച്ച് പേരിന് മുളക് പൊടി കഴിക്കാൻ സംശയമുണ്ട്, അത്രേ ഉള്ളൂ. കുരുമുളക് പൊടിയാണ് അധികം, പക്ഷെ ഒന്നും മുന്നിട്ട് വെപ്പില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മതി. ഇത് കണ്ടോ, ഇതൊക്കെ കൂട്ടിയിട്ടാണ് അവൻ സൂപ്പ് കഴിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ടേസ്റ്റ്.